നമസ്കാരം. നിത്യജ്യോതിഷം എന്ന പ്രതിദിന പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 2025 ജൂൺ മാസം 17-ാം തീയതി ചൊവ്വാഴ്ചയാണ്. ഇന്നത്തെ കരിദിന സംഖ്യ 18,72,378. ഇന്ന് കൊല്ലവർഷം 1200-ാം ആണ്ട് മിഥുനമാസം 3-ാം തീയതിയാണ്. ശകവർഷം 1947 ജ്യേഷ്ഠമാസം 27, തമിഴ് മാസം ആണി 3. ഇന്നത്തെ നക്ഷത്രം ചതയം. ഇന്നത്തെ തിഥി കൃഷ്ണപക്ഷ ഷഷ്ടി. ഇന്നത്തെ കരണം പശുക്കരണമാണ്. ഇന്നത്തെ നിത്യയോഗത്തിൻ്റെ പേര് വിഷ്കംഭ. മകയിരം ഞാറ്റുവരെ തുടരുന്നു. ഉത്തരായന കാലമാണ്. ഗ്രീഷ്മ ഋതു. ഇന്നത്തെ സൂര്യോദയം രാവിലെ 6 മണി കഴിഞ്ഞ് 8 മിനിറ്റിനും ഇന്നത്തെ അസ്തമയം വൈകുന്നേരം 6 മണി കഴിഞ്ഞ് 38 മിനിറ്റിനുമാണ്. ഇന്നത്തെ രാഹുകാലം നോക്കാം. വൈകുന്നേരം 3 മണി 30 മിനിറ്റ് മുതൽ 5 മണി 4 മിനിറ്റ് വരെയാണ് ഇന്നത്തെ രാഹുകാലം. ഇന്നത്തെ ഗുളികകാലം ഉച്ചയ്ക്ക് 12:23 മുതൽ 1:56 വരെയാണ്. ഇത് ചൊവ്വാഴ്ച ആയതിനാൽ സൂര്യോദയ സമയത്തെ കാലഹോരയുടെ അധിപൻ ബുധനായിരിക്കും. ആ 1 മണിക്കൂർ കഴിഞ്ഞ് ബാക്കിയുള്ള ഓരോ ഗ്രഹങ്ങൾക്കും കാലഹോരയുടെ ആധിപത്യം ലഭിക്കും. ഇന്നത്തെ അഭിജിത്ത് മുഹൂർത്തം പരിശോധിക്കാം. ഇന്ന് അഭിജിത്ത് മുഹൂർത്തം വരുന്നത് ഉച്ചയ്ക്ക് 11 മണി 59 മിനിറ്റ് മുതൽ 12 മണി 21 മിനിറ്റ് വരെയാണ്. അതിനുശേഷം 4 മിനിറ്റ് മധ്യാഹ്ന വർജ്യമാണ് 25 വരെ. 12:25 തൊട്ട് 12:47 വരെ അഭിജിത്ത് മുഹൂർത്തം തുടരുന്നു. എന്തെങ്കിലും ശുഭകാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അഭിജിത്ത് മുഹൂർത്തം ഏറ്റവും അനുയോജ്യമായിരിക്കും. ആ മധ്യാഹ്ന വർജ്യം ഒഴിവാക്കിയിട്ടുള്ള സമയത്ത് ശുഭകാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. ഇന്നത്തെ ചന്ദ്രാഷ്ടമം പരിശോധിക്കാം. ഇന്ന് ചന്ദ്രാഷ്ടമം വരുന്നത് കർക്കിടകക്കൂറിൽ ജനിച്ചിട്ടുള്ളവർക്കാണ്. കർക്കിടകക്കൂർ എന്ന് പറയുന്നത് പുണർന്നത്തിൻ്റെ അവസാനത്തെ 15 നാഴികയും പൂയം നക്ഷത്രവും ആയില്യം നക്ഷത്രവും ചേർന്നിട്ടുള്ള 2 നക്ഷത്രമാണ് കർക്കിടകക്കൂറിൽ വരുന്നത്. കർക്കിടകക്കൂറിൽ വരുന്നവർക്ക് ഇന്ന് ചന്ദ്രൻ അഷ്ടമത്തിൽ വരുന്നതിനാൽ ശുഭകാര്യങ്ങൾ ഇന്നത്തെ ഒരു ദിവസം ഒഴിവാക്കുക. ഇന്നത്തെ ഗ്രഹനില പരിശോധിക്കാം. മേടൻ രാശിയിൽ ശുക്രനും, മിഥുനത്തിൽ സൂര്യൻ, ബുധൻ, വ്യാഴം, ചിങ്ങത്തിൽ ചൊവ്വയും കേതുവും, കന്നിയിൽ ഗുളികൻ, കുംഭത്തിൽ രാഹുവും ചന്ദ്രനും, മീനത്തിൽ ശനി. ഇതാണ് ഇന്നത്തെ ഗ്രഹനില. നമ്മൾ ഓരോ ഗ്രഹങ്ങളെ കൊണ്ട് ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പരാമർശിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് രാഹു എന്ന ഗ്രഹത്തിനെ പറ്റി ചിന്തിക്കാം. ശരിക്കും രാഹു എന്ന് പറയുന്നത് ഒരു ഗ്രഹം എന്ന് പറയാൻ പറ്റില്ല, ഒരു തമോഗ്രഹമാണ്. സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ഭ്രമണപഥത്തിൽ വരുന്ന കോയിൻസിഡൻസ് കൊണ്ട് വരുന്നതാണ്. അത് ശരിക്കും തമോഗ്രഹമാണ്. അങ്ങനെ ശരിക്കും ഒരു ഗ്രഹമില്ല. പക്ഷെ ജാതകചിന്തയിലും പ്രശ്നചിന്തയിലും രാഹുവും കേതുവും വളരെ പ്രധാനപ്പെട്ട 2 തമോഗ്രഹങ്ങളാണ്. രാഹുവിനെ കൊണ്ട് ചിന്തിക്കേണ്ടത് സർപ്പങ്ങൾ, വിഷം, വള്ളി, കയറ്, ചരട്, ചൂരൽ, സൂചി, മുള്ള്, വിഷം തീണ്ടുന്നത്, കണ്ണ്, കാൽ ഇവകളിലെ വ്രണങ്ങൾ, സർപ്പക്കാവുകൾ, പഴുതാര, ചിലന്തി, അട്ട തുടങ്ങിയ കാര്യങ്ങൾ, വെളുത്ത പുഷ്പം, ചൊറി, വൃഷവൃക്ഷങ്ങൾ, കുണ്ടുകുഴികൾ, ആറ്, തോട്, സർപ്പബിംബങ്ങൾ, അഷ്ടനാഗങ്ങൾ, നാഗയക്ഷികൾ, നാഗരാജാവ്, ഭൂതം, സർപ്പബലി, കപടത എന്നീ കാര്യങ്ങളാണ് പ്രധാനമായും രാഹുവിനെ കൊണ്ട് ചിന്തിക്കേണ്ട കാര്യങ്ങൾ. ജാതക വിശകലനത്തിലും പ്രശ്നചിന്തയിലും തീർച്ചയായിട്ടും ഈ പറയുന്ന കാര്യങ്ങളെപ്പറ്റി ആലോചിക്കുമ്പോൾ രാഹുവിൻ്റെ യോഗമോ ദൃഷ്ടിയോ ഉണ്ടോ എന്നതുകൂടി പരിശോധിക്കണം. ഇന്നത്തെ നിത്യജ്യോതിഷം ഇവിടെ അവസാനിക്കുന്നു. എല്ലാ ജ്യോതിഷ വിശ്വാസികളുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.